ടോണി ഡാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോ. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. കാണാത്തവർക്ക് വേണ്ടി, ഇനി കാണുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടി സിനിമ ഒന്ന് ചുരുക്കി പറയാം. ടോണി ഡാർക്കോ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു വലിയ റാബിറ്റ് വരുന്നു. പേര് ഫ്രാങ്ക് എന്നാണ്. ആ റാബിറ്റ് ഇവനോട് പറയുന്നു, ഇനി 28 ദിവസം കൊണ്ട് ലോകം നശിക്കും, ലോകം ഇല്ലാതാകുമെന്ന്. ടോണി അതിൻ്റെ ഇടയിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ എല്ലാം കടന്നു പോകുന്നു. അവൻ്റെ തന്നെ റിയാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. ടൈം ട്രാവലിനെയും പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചെല്ലാം ഒക്കെ പഠിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഫ്രാങ്ക് പറഞ്ഞ് 28 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ ടോണിക്ക് മനസ്സിലാവുന്നു അവനെ തന്നെ സാക്രിഫൈ ചെയ്യണം. പ്രൈമറി യൂണിവേഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടി അവനെ തന്നെ സാക്രിഫൈ ചെയ്യണമെന്ന് ടോണിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് പ്രൈമറി യൂണിവേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ടോണി നേരത്തെ മരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ലായിരുന്നു. അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ആ സംഭവം നടന്ന രാത്രിയിലോട്ട് തിരിച്ചു പോയിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ ക്രാഷ് ചെയ്ത് വീഴുമ്പം അത് അവൻ്റെ മേത്ത് വീഴാൻ അവൻ അനുവദിക്കുന്നു. അങ്ങനെ അവൻ മരിക്കുന്നു. ഇതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറുള്ള സിനിമ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം സിനിമ ഉണ്ടെന്ന് വെച്ച് ഈ സിനിമ ആർക്കും മനസ്സിലാകാൻ പോണില്ല. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാക്കാൻ വേണ്ടി, സിനിമ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് തന്നെ സിനിമയിൽ ഒരു ഭാഗത്ത് ഫിലോസഫി ഓഫ് ടൈം ട്രാവൽ എന്ന് പറഞ്ഞൊരു ബുക്ക് കാണിക്കുന്നുണ്ട്. ഈ ബുക്കിനെ ബേസ് ചെയ്താണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ പ്രത്യേക ഭാഗങ്ങളിലായി പേജുകളായിട്ട് സിനിമ തന്നെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ബുക്കിലെ ചാപ്റ്റർ 1 ചർച്ച ചെയ്യുന്ന കാര്യമാണ് ദ ടാൻജന്റ് യൂണിവേഴ്സ്. ടാൻജന്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ്. 4th ഡയമെൻഷനിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മാത്രം ഫോം ചെയ്യുന്നത്. ഈ ടാൻജന്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി യൂണിവേഴ്സിനെ വെച്ച് ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ആഴ്ചകളുടെ ദൈർഘ്യം മാത്രമേ ഈ ടാൻജന്റ് യൂണിവേഴ്സിന് ഉണ്ടാകത്തുള്ളൂ. ഇത് നശിച്ചു കഴിഞ്ഞാൽ പ്രൈമറി യൂണിവേഴ്സിനെ തന്നെ നശിപ്പിക്കാൻ തക്കവിധം ഒരു ശക്തിയായിട്ട് അത് മാറും. ബുക്കിൽ അടുത്തായിട്ട് കാണിക്കുന്നത് അതിൻ്റെ ചാപ്റ്റർ 4 ആണ്. അതിൻ്റെ അകത്ത് പറയുന്നത് ആർട്ടിഫാക്റ്റ് ആൻഡ് ലീവിങ്. ഈ ആർട്ടിഫാക്റ്റ് എന്ന് എടുത്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റൽ പീസാണ്. മെറ്റൽ പീസ് എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റ് യൂണിവേഴ്സ് ഫോം ആയെന്ന് തെളിയിക്കുന്ന ഒരു മെറ്റൽ പീസ്. അത് നമ്മുടെ സിനിമയിൽ ഇവിടെ ജെറ്റ് എഞ്ചിനാണ്. അടുത്തായിട്ട് ചാപ്റ്റർ 6 ദ ലിവിങ് റിസീവർ. ഇവിടെ ലിവിങ് റിസീവർ ടോണി ഡാർക്കോ തന്നെയാണ്. ഈ ലിവിങ് റിസീവറിൻ്റെ ജോലി എന്നാന്ന് ചോദിച്ചാൽ ഈ ആർട്ടിഫാക്റ്റിലെ ഇവിടെ വന്ന ആർട്ടിഫാക്റ്റിനെ പ്രൈമറി യൂണിവേഴ്സിലോട്ട് തിരിച്ചു കൊണ്ടുപോകുക. ടാൻജന്റ് യൂണിവേഴ്സിൽ വന്ന ആർട്ടിഫാക്റ്റിനെ പ്രൈമറി യൂണിവേഴ്സിലോട്ട് തിരിച്ചു കൊണ്ടുപോകുക എന്നാണ് ഈ ലിവിങ് റിസീവറിൻ്റെ ഏറ്റവും വലിയ ജോലി. ലിവിങ് റിസീവറിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് 4th ഡയമെൻഷനിലെ കുറേ പവേഴ്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. മെൻ്റൽ പ്രോബ്ലംസ് അല്ല, ഒരു ഹലൂസിനേഷൻസ്, പിന്നെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. സിനിമയിൽ അടുത്തായിട്ട് കാണിക്കുന്നത് ചാപ്റ്റർ 9 ആണ്. അത് നമുക്ക് ചാപ്റ്റർ 10 പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ചാപ്റ്റർ 10 ദ മാനിപ്പുലേറ്റഡ് ഡെഡ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മൊയലിൻ്റെ മുഖംമൂടിയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് വരില്ലേ ഫ്രാങ്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാളാണ് ഇവിടെ മാനിപ്പുലേറ്റഡ് ഡെഡ്. പുള്ളിക്കാരൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ടോണി ഡാർക്കോ തൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേർക്കുക എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ കടമ. ചാപ്റ്റർ 9 ഇൻഷുറൻസ് ട്രാപ്പ്. ലിവിങ് റിസീവർ തൻ്റെ ഫൈനലായിട്ടുള്ള ഒരു തീരുമാനം, അത് എടുത്തേ തീരൂ എന്നുള്ള ഒരു സംഭവത്തിൽ എത്തിച്ചേർക്കുക എന്നതാണ് ഇൻഷുറൻസ് ട്രാപ്പ്. ഈ മാനിപ്പുലേറ്റഡ് ഡെഡിൻ്റെ ഒരു കടമ ഈ ഇൻഷുറൻസ് ട്രാപ്പ് ഒരുക്കുക എന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് ദ മാനിപ്പുലേറ്റഡ് ലിവിങ്. സിനിമയിൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളും മാനിപ്പുലേറ്റഡ് ലിവിങ് ആണ്. നമ്മുടെ ടോണി ഡാർക്കോ അഥവാ ലിവിങ് റിസീവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഇവിടെ മാനിപ്പുലേറ്റഡ് ലിവിങ് ആണ്. ഈ ലിവിങ് റിസീവറിനെ തൻ്റെ ദൗത്യത്തിലോട്ട് എത്തിക്കുക എന്നാണ് ഈ മാനിപ്പുലേറ്റഡ് ലിവിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കടമ. സിനിമ ഏറ്റവും അവസാനമായിട്ട് കാണിക്കുന്ന ചാപ്റ്റർ 12. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മാനിപ്പുലേറ്റഡ് ലിവിങ് തൻ്റെ മിഷൻ പൂർത്തിയാക്കിയിട്ട് പ്രൈമറി യൂണിവേഴ്സിലോട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഓർമ്മ ഒരു സ്വപ്നമായിട്ട്, അതായത് ഇത്രയും ഈ ടാൻജന്റ് യൂണിവേഴ്സ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു സ്വപ്നമായിട്ട് അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ടാവും. ഇതാണ് സിനിമയുടെ അവസാനം. ടോണി ഡാർക്കോയുടെ അമ്മയും അവൻ്റെ ഗേൾ ഫ്രണ്ടും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതാണെങ്കിലും ടാൻജന്റ് യൂണിവേഴ്സിൽ അവർക്ക് നേരത്തെ പരിചയമുള്ളതുകൊണ്ട് രണ്ടുപേരും പരിചയമുള്ള പോലെ അവർക്കൊരു തോന്നലുണ്ടാകുന്നത് ഈ കോൺസെപ്റ്റ് വെച്ചാണ്. അതായത് നമ്മളൊരു വ്യക്തിനെ ആദ്യമായിട്ട് കാണുമ്പം ചിലപ്പോൾ പുള്ളി നമ്മളെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു പരിചയമുള്ള പോലെ തോന്നലുണ്ടാവുമല്ലോ. ഈ കോൺസെപ്റ്റിൽ നിന്നാണ് ഈ സിനിമ ഫുള്ളുണ്ടായത്. സിനിമയുടെ കഥ വളരെ സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഞാൻ ശ്രമിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.